ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സോ ദാ ഇന്ന് വീണ്ടും ഞങ്ങളുടെ ഒരു വീക്കെൻഡാണ്. വീക്കെൻഡല്ലേ കണ്ടുമുട്ടാൻ പറ്റും. അങ്ങനെ നിങ്ങൾ വീക്കെൻഡ് ആയപ്പം പുറത്തിറങ്ങി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഭക്ഷണം അടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. നല്ല വിശന്നിരിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പം തന്നെ ഒരു ഉച്ച സമയമൊക്കെ ആയി. അപ്പം നേരെ തന്നെ ഞങ്ങൾ മിസ്റ്റർ ജോൺസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മിസ്റ്റർ ജോൺസിലാണ് ഞങ്ങൾക്ക് കേരള ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ ഏറ്റവും ഇഷ്ടം. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഊണൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഞങ്ങൾ സാധാരണ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. ഇന്ന് ഞങ്ങളാണ് ചെന്നിട്ട് ആദ്യമായിട്ട് കയറിയെന്ന് തോന്നുന്നു. എനിവേസ് അങ്ങനെ ഊണ് കഴിച്ചു. അതേപോലെ എന്താ പറയുക, കിഴിപ്പൊറോട്ട കഴിച്ചു. ബീഫായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഞം കഴിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നാടൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ഊണൊക്കെ കഴിച്ചു. മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മീൻകറിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് സ്നാക്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ലവിൻ്റെ ഷേപ്പിലുള്ള ഒരു കട്ട്ലറ്റൊക്കെ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു. അന്നേരം ഇത് ക്രീം ബണ്ണാണ് കേട്ടോ. ക്രീം ബണ്ണ് ഞാൻ കുറേ നാളായി കഴിച്ചിട്ട്. അപ്പോൾ അത് കണ്ടപ്പം അതിരുന്ന് ഞാൻ കൊത്തി കയറ്റിക്കൊണ്ടിരിക്കുക. തിന്നാലും ഇങ്ങനെ തിന്നിരിക്കുക. എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അങ്ങനെ കാണാനില്ലെങ്കിലും ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നേരെ ഞങ്ങൾ ഗ്രോസറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. മദർലാൻഡിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ കേരള ഐറ്റംസ് എല്ലാം കിട്ടും. നമ്മുടെ ഈസ്റ്റേൺ വേണോ, ബ്രാഹ്മിൻസ് വേണോ, അതേപോലെ ഡബിൾ ഹോഴ്സിൻ്റെ വേണോ, എന്ത് ഐറ്റം വേണേലും ഇവിടെ നമുക്ക് കിട്ടും. ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ തന്നെയാണ് വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ ഐറ്റംസ്, നമ്മുടെ കേരള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരാറ് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചില്ലേ മിസ്റ്റർ ജോൺസിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ മദർലാൻഡും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡും സാധനങ്ങളും എല്ലാം വാങ്ങി ഞങ്ങൾ പുറത്തിറങ്ങി. അവിടുന്ന് ഞങ്ങൾ നേരെ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് മോളിലേക്കായിരുന്നു കേട്ടോ. ഇന്ന് എന്തായാലും പുറത്തിറങ്ങിയില്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ മോളിലേക്ക് വെച്ച് പിടിച്ചു. മോളിൽ ചെന്നതിന് ശേഷം തേരാപ്പാര നടന്ന് ഞങ്ങൾ അവസാനം മിനിസോയിൽ എത്തിപ്പെട്ടു. മിനിസോയിൽ പിന്നെ കയറിയാൽ പിന്നെ പറയണ്ടല്ലോ, ക്യൂട്ട് കുറേ ഐറ്റംസൊക്കെ കാണും. അതൊക്കെ കണ്ടു, എടുത്തും പറക്കിയും എന്താ പറയുക, അതിൻ്റെ പുറകെ ഇങ്ങനെ എടുത്തു. അയ്യോ ഇതൊക്കെ ഭയങ്കര ക്യൂട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വരാനൊക്കെ കണ്ടു എടുത്തൊക്കെ ഇങ്ങനെ നടന്നു. അതിന് ശേഷം ഇപ്പോൾ അവരവിടെ പുതിയൊരു സെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്ലാസിൻ്റെ സെക്ഷൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് സ്റ്റൈലൊക്കെ നോക്കുകയായിരുന്നു. ഇനി നിങ്ങളും കാണും ഞങ്ങളുടെ സ്റ്റൈൽ കാണിക്കുന്നത്. ശേഷം ഞങ്ങൾ നേരെ ഈ പീലേഴ്സ് വാങ്ങിച്ചു. ഭയങ്കര വൈറലല്ലേ, അപ്പോൾ അതിൻ്റെ ഭയങ്കര എന്താ പറയുക, പല ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. അതിന് ശേഷം അർബൻ ബിഹേവിയറിൽ പോയി. അവിടെ നല്ല എന്താ പറയുക ഓഫറൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ മോളിൻ്റെ ഒരു സൈഡിൽ ചെന്നപ്പോൾ ഇപ്പം ചൈനീസ് ന്യൂ ഇയർ ആവാറായില്ലേ, അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടേക്ക് നിന്നു. പിന്നെ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്കായിരുന്നു കേട്ടോ ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. പെട്ടെന്ന് സമയം പോയതും ഞങ്ങൾ അറിഞ്ഞില്ല. അടിപൊളിയായിരുന്നു. നല്ലൊരു എന്താ പറയുക, ഒരു വീക്കെൻഡേ നല്ല ഇതായിട്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. പിന്നെ എവിടെ പോയാലും ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണമല്ലോ. പിന്നെ ഇന്ന് കോയിൻസിഡൻസ് ആയിട്ട് ഞങ്ങൾ ഒരേ കളറിലെ ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് പിങ്ക് ഡേ ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ വാണിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, ജനുവരി 15. അന്ന് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് ആയിരുന്നു. അത് വരാൻ വേണ്ടി താമസിച്ച് പോയി. അപ്പോൾ അതും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടി പോണയാണ് കേട്ടോ. ഇത് വീഡിയോ ഞാൻ കറക്റ്റായിട്ട് പിടിച്ചില്ല. എനിവേസ് എന്തായാലും അതോടെ കൊടുക്കാം. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പിരിയുകയാണ് ഇന്നത്തേക്ക്. അപ്പോൾ അവരും പോവാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്ത ദിവസം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.